ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രൈഡേയിലത്തെ അനാലിസിസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഫ്രൈഡേ വീഡിയോ റെക്കോർഡ് ചെയ്തു, പക്ഷേ മൈക്ക് മ്യൂട്ട് ആയതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇന്ന് വീണ്ടും റെക്കോർഡ് ചെയ്തു. ഇന്ന് ശനിയാഴ്ച റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ചിലപ്പോൾ ഞാനത് ഞായറാഴ്ച പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. നമുക്ക് അത് സമയം പോലെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലെവൽസ് ഇതൊക്കെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ലെവൽസ് എല്ലാം ചെറിയ എററുകൾ തന്നിട്ടാണ് റെസ്പെക്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെവൽ ഇതായിരുന്നു. മാർക്കറ്റ് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ തന്നിട്ട് ഇവിടെ ഒരു എറർ ക്രിയേറ്റ് ചെയ്തു. കാരണം ഈ ഗ്യാപ്പ് ഫില്ലാക്കിയിട്ടില്ല. അതേ എററാണ്, അതായത് നമ്മുടെ റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതേ എററാണ് ഡൗൺ സൈഡും തന്നേക്കുന്നത്. ഡൗൺ സൈഡ് തന്ന എറർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്പ് സൈഡിൽ പുഷ് തന്നു. നമ്മൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് ക്യാൻഡിൽസ് കണ്ടിട്ട് നമ്മൾ നിഫ്റ്റി ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത് മാറേണ്ടി വന്നു. നമ്മൾ ഇവിടെ ഇതും ബ്രേക്ക് ചെയ്തപ്പോൾ അപ്പ് സൈഡ് പോയി ടാർഗറ്റ് അച്ചീവ് ചെയ്യും, മാത്രമല്ല ഈ ഗ്യാപ്പും ഫില്ല് ചെയ്യുമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് തിരിച്ച് വന്ന് കോസ്റ്റിൽ ഹിറ്റ് ചെയ്ത് മാറി. തിരിച്ച് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ നോക്കാതെ ജസ്റ്റ് ആ റെഡ് ക്യാൻഡിൽസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം എററാണ് ഇവിടെ ഡൗൺ സൈഡ് തന്നിരിക്കുന്നത്. എക്സാക്ട്ലി ആ എറർ വന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡ് പോയത്. അപ്പ് സൈഡ് പോയതിന് ശേഷം ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേ എറർ തന്നെയാണ് ഡൗൺ സൈഡും ഇവിടെയും തന്നിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് സെയിം. മാത്രമല്ല ഇന്ന് ലെവൽ നമ്മൾ ഈ ലെവൽ മാർക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അത്ര പെർഫെക്റ്റ് ലെവൽ കിട്ടണമെന്നില്ല. കാരണം ചെറിയ പോയിൻറ്റ്സ് അങ്ങോട്ടും മാറി പോകാറുണ്ട്. ഇതിൻ്റെ ഹാഫ് വന്ന് ടച്ച് ചെയ്തിട്ട് പോയതാണെങ്കിലും നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇന്ന് ലെവൽ മാർക്ക് ചെയ്തപ്പോൾ ചെറിയ എന്താ മിസ്റ്റേക്ക് ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ യൂട്യൂബ് വീഡിയോയിൽ ലെവൽ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അങ്ങനെ മാർക്ക് ചെയ്ത് പോയതാണ്. അല്ലാതെ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതല്ല. അതുകൊണ്ട് ചെറിയ ബഗ് ഉണ്ടായിരുന്നു ഈ ലെവൽസ്, വെള്ളിയാഴ്ചത്തെ ലെവൽസിൽ. കാരണം ഇത് നമ്മുടെ സെക്കൻഡറി ലെവലാണ്. നമ്മൾ സെക്കൻഡറി ലെവൽ ബാങ്ക് നിഫ്റ്റിയിൽ വരയ്ക്കാറില്ല. സ്റ്റിൽ നമ്മുടെ സ്ട്രാറ്റജി വരാൻ സെക്കൻഡറി ലെവൽ എല്ലാ ഇൻഡെക്സിലും നമ്മൾ മാർക്കല്ല റെസ്പെക്ട് ചെയ്യുന്നതാണ്. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം വലിയ ഇൻഡെക്സ് ആയതുകൊണ്ടും ഒരു നല്ല മൂവ്മെൻറ്റം, ഒരു 10-400 മൂവ്മെൻറ്റം എന്തായാലും ആവറേജ് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ലെവൽ ബാങ്ക് നിഫ്റ്റി വരയ്ക്കാത്തത്. നിഫ്റ്റിയിലാണെങ്കിൽ അത്രയും വലിയ മൂവ്മെൻറ്റം കിട്ടാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡറി ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡറി ലെവൽ ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ട്. അപ്പം ആരെങ്കിലും ഈ മിഡിൽ ലെവലിൽ, അതായത് റെഡ് ലൈൻസിൻ്റെ മിഡിൽ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവിടെ ഒരു സെക്കൻഡറി ലെവൽ അറ്റാക്ക് ചെയ്യുന്ന ലെവലാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ എല്ലാ ലെവൽസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് കറക്റ്റ് ലെവൽ സപ്പോർട്ടിൽ വന്ന് മാർക്ക് സെക്കൻഡറി ലെവലിൽ വന്ന് ടച്ച് ചെയ്തിട്ടല്ല പോയത്. ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. എററും ഇതും സെയിം ആയിരുന്നു. പക്ഷേ ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഡൗൺ സൈഡ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റിൽ ആ എറർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എറർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഹാഫിൽ എത്തിയിട്ടില്ല. എറർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി കറക്റ്റാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ ലെവൽ വരയ്ക്കുമ്പോൾ മാറിപ്പോകും. ചില പോയിൻറ്റ്സ് ഒക്കെ അങ്ങോട്ടും 5-10 പോയിൻറ്റ് മാറിയാലും നമ്മുടെ ലെവൽസിൽ അത് വേരിയേഷൻ കാണിക്കും. ഇത് നോക്കി ചിലപ്പോൾ ഒരു 10-20 പോയിൻറ്റിൻ്റെ അകത്തേ കാണുള്ളൂ ഈ ഒരു എറർ. കണ്ട 11 പോയിൻറ്റ് എറർ, 10-20-30 പോയിൻറ്റ് എറർ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കറക്റ്റായിട്ട് വരച്ചാൽ പോലും മിസ്റ്റേക്ക് വരാറുണ്ട്. കാരണം ഈ ട്രേഡിംഗ് വ്യൂവിലെ ലെവലും നമ്മുടെ ബ്രോക്കർ ലെവലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ്റെ വ്യത്യാസങ്ങൾ കാരണം ചില ദിവസങ്ങളിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. പോയിൻറ്റ്സ് വ്യത്യാസം വന്നിട്ട് എറർ കറക്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ലെവൽസിലൊന്നും ടച്ച് ചെയ്യാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് നമുക്ക് നിഫ്റ്റി കൂടെ നോക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട്. നിഫ്റ്റിയിൽ ഒന്നും എല്ലാ എറർസും ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഈ എറർ ഇവിടെ തന്നു. ഓക്കെ, റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ ഏകദേശം ഇവിടെ വരും. അതേ എറർ ഞാൻ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ ജസ്റ്റ് ചെറിയ പോയിൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ ലെവൽസ് മാർക്ക് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ ചെറിയ പോയിൻറ്റ്സ് നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോകാറുണ്ട്. ഓക്കെ, ഇത്രയും ഒരു എറർ, ഒരു 9-10 പോയിൻറ്റിൻ്റെ എറർ കംപ്ലീറ്റ് ചെയ്തിട്ടും അവിടെ ഒരു എററുണ്ട്. അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. നമ്മുടെ അടുത്ത ട്രേഡ് ഇതായിരുന്നു. നമ്മൾ 1 മിനിറ്റിലായിരുന്നു പ്ലാൻ ചെയ്തത്. അതിന് മുമ്പേ വേറൊരു നിഫ്റ്റി ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ എറർ കംപ്ലീറ്റ് ചെയ്ത് സൈഡ് പോയപ്പോൾ എറർ നമ്മൾ എടുത്ത് നോക്കിയിട്ട് തിരിച്ച് ഈ സെക്കൻഡറി ലെവലിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലെവലിൻ്റെ എറർ ബ്രേക്ക് ചെയ്തില്ല. കറക്റ്റ് ഇതേ ഗ്യാപ്പ് തന്നെ ഇവിടെയും കാണും. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടപ്പോൾ നമ്മൾ ഒരു കോൾ സൈഡ് എൻട്രി പ്ലാൻ ചെയ്തിരുന്നു, അതായത് ഈ ലെവൽ വരെ. മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ആ ഗ്യാപ്പും ഫില്ലാക്കിയിട്ടില്ല. അപ്പം ബാങ്ക് നിഫ്റ്റി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രീമിയത്തിന് സ്പൈക്ക് ആവും, നിഫ്റ്റിയും അപ്പ് സൈഡ് മൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നു 1 മിനിറ്റിൽ. ഓക്കെ, ഏകദേശം ഈ ഒരു ഏരിയയിൽ ഈ ഒരു ക്യാൻഡിലാണ്, നല്ല സ്ട്രോങ് ക്യാൻഡിലാണ്. അപ്പം ഞാൻ വിചാരിച്ച് എറർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോങ് ആയിട്ട് അപ്പ് സൈഡ് പുഷ് ചെയ്ത് മേളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് 9:41 ഇവിടെ രണ്ട് പ്ലാൻ ചെയ്തിരുന്നു, ഏകദേശം ഈ ഒരു ലെവലിൽ. അത് പക്ഷേ കറക്റ്റ് പോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത് വന്നു. കാരണം നമുക്ക് ഈ ഒരു മൊമെൻറ്റം കാണുമ്പോൾ മനസ്സിലാവും ഇത് അപ്പ് സൈഡ് പോകാനുള്ള മൊമെൻറ്റം ആണോ, പ്രീമിയത്തിൽ സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പ് സൈഡ് പോകുമോ ഇല്ലയോ. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ലോസ് ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ SL കോസ്റ്റിലിട്ട് മാറും,
ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇത് കോസ്റ്റിലിട്ടതിന് ശേഷമാണ് ഈ ക്യാൻഡിൽ വന്ന് കോസ്റ്റിൽ അടിച്ചിട്ട് ഡൗൺ സൈഡ് പോയി ഈ ഒരു സ്വിങ്, ഇതൊരു സ്വിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം ചെറിയ ടൈം ഫ്രെയിമിൽ. ഈ സ്വിങ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പം, അതായത് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പം ഞാൻ ഈ ക്യാൻഡിൽ എൻട്രി എടുത്തിരുന്നു. ഇത് തിരിച്ച് വന്നിട്ട് കറക്റ്റ് ബ്രേക്ക് ചെയ്ത ലെവലിൽ തന്നെ വന്ന് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഈ ലെവലിൽ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്ത് അപ്സൈഡ് പോകുന്നത്. പക്ഷേ അപ്സൈഡ് എറർ ഇട്ടേക്കുന്നതുകൊണ്ട് എറർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും താഴേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ട്രയലിംഗ് എസ് എൽ കയറ്റി വെക്കുക, അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് മാറുക. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പം എനിക്കറിയാം ഇവിടെ ഒരു ചെറിയ എറർ ഇവിടെ ഉണ്ടാക്കിയ എറർ അതിൻ്റെ ഹാഫെങ്കിലും ഡൗൺ സൈഡ് പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തു, TSL കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തിരുന്നു. അത് തിരിച്ച് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. നമ്മൾ ബുക്ക് ചെയ്ത് ടെലഗ്രാമിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എക്സാക്ട് ഈ ഒരു ലെവലെത്തിയപ്പോൾ തന്നെ ബുക്ക് ചെയ്ത്. ആ പ്രീമിയത്തിൽ 230 കണ്ടായിരുന്നു ഹൈ ഉണ്ടാക്കിയത്. 230 എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്ത് മാറിക്കോളം പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് 220, 225 അതെ 220 ഏരിയയിലാണ് ഞാൻ ബുക്ക് ചെയ്ത് മാറിയത്. ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തു, വീണ്ടും താഴേക്ക് പോകുമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ TSL കയറ്റി വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഓക്കെ, തിരിച്ചത് മുകളിലേക്ക് പോയി, നമ്മുടെ ലെവലിൽ വന്ന് റീടെസ്റ്റ് എടുത്തു, അപ്സൈഡ് പോയി, നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ഇപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും TSL ഹിറ്റായി മാറി. ഫ്രീ ട്രേഡായിരുന്നു എടുത്തിരുന്നത്. ട്രേഡിൻ്റെ പ്രീമിയം ഓക്കെ, ഇതായിരുന്നു നമ്മൾ പ്രീമിയത്തിൽ എൻട്രി എടുത്തത്. ഏകദേശം 190 എൻട്രി, 180 SL. കുറേ നേരം എൻട്രി പ്രൈസിൻ്റെ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടപ്പോൾ നമ്മൾ ഇവിടെയും കോസ്റ്റിലിട്ട് ഒന്നെങ്കിൽ ബുക്ക് ചെയ്ത് മാറാമെന്ന് പറഞ്ഞ് ഉള്ളൊരു മൈൻഡിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ എൻട്രി കോസ്റ്റിലിട്ടതിന് ശേഷമാണ് സ്പൈക്ക് കിട്ടിയത്. ഞാൻ സ്പോട്ടിൽ വരച്ച് കാണിച്ച പോലെ ഈ ഒരു ലോ, അതായത് ഈ ഒരു ലോ, ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടായിരുന്നു. ഞാനിത് ഇന്നലെ പറഞ്ഞില്ലേ, വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം റെക്കോർഡാവാത്തതുകൊണ്ട് ഈ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് മാറിക്കിടക്കുകയാണ്. അത് ഓക്കെ, ഇതായിരുന്നു ആ ട്രേഡ്. ഓക്കെ, ഈ ബ്ലൂ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയത്തിൽ സ്പൈക്ക് ഉണ്ടാകും. അപ്പം കുറേ നേരം സമയം വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനത് ക്വസ്റ്റിലിടാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. ക്വസ്റ്റിലിടാൻ പറഞ്ഞതിന് ശേഷം ക്വസ്റ്റിലേക്ക് വന്നില്ല, അതുകൊണ്ട് ടാർഗറ്റ് കിട്ടി. ഓക്കെ, ഇതായിരുന്നു ടാർഗറ്റ് കിട്ടി. ടാർഗറ്റ് ട്രയൽ ചെയ്തു. ഓക്കെ, ഈ 230 എത്തിയപ്പോഴത്തേക്ക് ഞാൻ പ്രീമിയത്തിൽ ബുക്ക് ചെയ്ത് മാറിക്കോളാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ 230 എത്തിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഈ SL ഇവിടെ ഇരുന്ന 210 SL എടുത്ത് ഞാൻ 220 വെച്ചു. ആ ട്രailing SL ആണ് എൻ്റെ ഹിറ്റായത്. ഓക്കെ, ഞാൻ വീണ്ടും അത് റൈഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. ഇവിടെ വരെ വരുമെന്ന് വിചാരിച്ചു. ഓക്കെ, അത് ട്രailing SL ഹിറ്റായി മാറി. ഓക്കെ, വീണ്ടും നമ്മുടെ ലെവലിൽ നിന്ന് അപ്സൈഡ് പോയിട്ട് ഷാർപ്പായിട്ട് പുഷ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തി. തിരിച്ച് അവിടുന്ന് ഈ ഒരു എറർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ എററിൻ്റെ അവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് വന്നു. അത്യാവശ്യം മോശമില്ലാത്തൊരു മൂവ്മെൻറ്റ് ആയിരുന്നു ഇവിടെയും. ഇവിടെ കുറച്ച് നേരം സൈഡ് വേസ് ആയിരുന്നു. പിന്നെ ഇവിടുന്ന് അത്യാവശ്യം ചെറിയ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ എററും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്ലാനും അനാലിസിസും. പുതിയ ഒരുപാട് കണ്ടൻസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം ഇതുവരെ മലയാളം ചാനലുകളൊന്നും അപ്ഡേറ്റ് ചെയ്യാത്ത പോലത്തെ കണ്ടൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ചാനലൊന്ന് ഗ്രോ ആയെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അധികം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഇല്ലാത്ത ചാനലിൽ നമ്മൾ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അത് ആർക്കും വ്യൂസ് ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് ചാനൽ ഒന്ന് ഗ്രോ ആയതിനു ശേഷം നമ്മൾ നല്ല നല്ല കണ്ടൻസും സ്ട്രാറ്റജികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് കൂടെ പോവുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, അതും കൂടെ ജോയിൻ ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡ്സൊക്കെ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഫോറക്സും ഉണ്ട്. ഫോറക്സിന് സ്പെഷ്യൽ ചാനലുണ്ട്. ആർക്കെങ്കിലും ഫോറക്സിൻ്റെ എൻട്രി മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിനസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയച്ച് തന്നാൽ മതി. ടെലഗ്രാമിൽ ഫോറക്സിൻ്റെ ചാനലിൽ ആഡ് ചെയ്തേക്കാം.